ഹായ് എവ്രിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ വെച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള തേൻ നെല്ലിക്കയുടെ റെസിപ്പിയുമായിട്ടാണ്. തേൻ നെല്ലിക്ക ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഏകദേശം 500 ഗ്രാം നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞിടണം. അടുത്തതായിട്ട് ഇനി നെല്ലിക്ക നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി നെല്ലിക്ക മുങ്ങാൻ പാകത്തിലുള്ള കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ വരഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ നെല്ലിക്കയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ ഒരു ചൂടിൽ നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെക്കാം. ഇനി ഞാനിത് ഒന്ന് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെല്ലിക്ക എല്ലാം ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കണം. ഒരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊക്കെ തുടച്ചെടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞ് തുടച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ എല്ലാ നെല്ലിക്കയും നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 4 മണിക്കൂർ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം. എന്തായാലും ഒരു മിനിമം 4 മണിക്കൂർ നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഞാനിവിടെ 4 മണിക്കൂർ വെയിലത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നെല്ലിക്ക നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. സ്കിന്നെല്ലാം നന്നായിട്ട് ചുളിഞ്ഞ് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തേൻനെല്ലിക്ക എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അത്ര തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതായത് 2 കപ്പ് ഷുഗറിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഷുഗർ ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഏലക്കാപ്പൊടി ഇല്ലെങ്കിൽ ഏകദേശം ഒരു 5 എണ്ണം ഏലക്ക ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഷുഗർ സിറപ്പ് ഇവിടെ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ തേൻനെല്ലിക്കയുടെ ആ സിറപ്പ് നല്ല ബ്രൗൺ കളറായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു കളറ് ഷുഗർ മാത്രമായതുകൊണ്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു ശർക്കരയുടെ കഷ്ണം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ സിറപ്പ് നല്ലൊരു കളർ ഉണ്ടാകും. നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണക്കി വെച്ചിട്ടുള്ള നെല്ലിക്ക ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് അടച്ചു വെച്ച് 1 മണിക്കൂർ തിളപ്പിച്ചെടുക്കണം. ചെറിയ തീയിലാണ് തിളപ്പിച്ചെടുക്കേണ്ടത്. ഈ 1 മണിക്കൂറിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇടയ്ക്ക് തുറന്നിട്ട് നെല്ലിക്ക എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി, നെല്ലിക്ക എല്ലാം മറിഞ്ഞ് കിട്ടും. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തേൻനെല്ലിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിറപ്പെല്ലാം നന്നായിട്ട് ബ്രൗൺ കളറായി കിട്ടിയിട്ടുമുണ്ട്. ഇപ്പോൾ നല്ല ചൂടാണ്. നന്നായിട്ട് തണുത്തതിന് ശേഷം സെർവ് ചെയ്യുന്നതാണ് ഒന്നുകൂടി ടേസ്റ്റ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.